ആക്രാന്തിച്ച് പോകുവാശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കണെന്ന് അറിയാവാ? ഒരാടാറ് ടീമാണ്. ആടാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. എന്നാ ഒന്ന് കാണിക്ക് ശ്രാങ്കേ. എന്റെ പേര് മുഹമ്മദ് ഷിഫാൻ എന്നാണ്. മുഹമ്മദ് ഷിഫാൻ. ഓക്കെ, ഞാൻ വിളിച്ചപ്പോ ട്രൈ ചെയ്തപ്പോ ജസ്റ്റ് കിട്ടിയതാണ്. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. അങ്ങനെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള ആളാണ്. വിശ്വാസിയാ? അല്ലല്ല. വിശ്വാസിയല്ലേ? അല്ല. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. ഞാൻ ഈ CJP-യുടെ പ്രൊട്ടസ്റ്റിന് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ആ മരിച്ചുപോയ കുട്ടികൾക്ക് നീതി എന്തായാലും കിട്ടണം. അത് വലിയൊരു പോയിന്റ് അല്ലടോ. പിന്നെ ഒരു പ്രശ്നം വെച്ചാല് CJP-കാരന് ഒരു പ്രശ്നം വെച്ചാല്, ഇത് കൂടുതലും ഇവര് യൂസ്ലെസ് ചെയ്യുന്ന ഒരു കലാപം കൂടുതൽ സൃഷ്ടിക്കാൻ അവർ നോക്കുന്നത്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. CJP കലാപം സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ടോ? കൂടുതൽ കലാപം സൃഷ്ടിക്കാൻ നോക്കണം വെച്ചാൽ അവരത് കൂടുതൽ മറ്റു രീതികൾക്ക് എത്തിക്കാൻ നോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് അതാണ് ഇവര് ഇതിനെക്കാട്ടി അഡ്രസ് ചെയ്യാൻ നോക്കുന്നത് BJP-നെയാണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാല്, ഇത് മൊത്തം ചുമതലയും ഗവൺമെന്റ് തലേ വെക്കുമ്പോ അതൊരു പ്രശ്നമാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. നിങ്ങളൊരു യുവാവ് ആയിട്ട് പോലും നിങ്ങൾക്ക് ഇതിനോട് പൂർണ്ണ മനസ്സാലെ യോജിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പൂർണ്ണ മനസ്സാലെ യോജിക്കാൻ കഴിയുന്ന വെച്ചാല് എന്റെ അഭിപ്രായത്തില് ആ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അവർക്ക് അറ്റാക്ക് കിട്ടിയതും അതേപോലെ ആ മരിച്ചുപോയ കുട്ടികൾക്കും നീറ്റ് എക്സാമിന്റെ കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം. 100% ഞാൻ യോജിക്കുന്നു. ചെയ്യണം പ്രൊട്ടസ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഇവര് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഒരു മുദ്രാവാക്യം പറഞ്ഞാൽ തന്നെ നേപ്പാൾ പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ ഇന്ത്യനാണ്. നിങ്ങൾ കേട്ടു? അത് കേട്ടു, മെയിനായി കേട്ടു. കാരണം അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇന്ത്യ എന്ന് പറയുന്ന ഒരു എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുള്ളൊരു രാജ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു വർഗീയ കലാപമോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കി വെച്ചാല് അത് കൂടുതൽ പ്രശ്നവും. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബോധം ഇത് കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. ഈ ഒരു ബോധം ഇവിടുത്തെ പല ആളുകൾക്കില്ല. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇപ്പൊ നമ്മൾ ഡെമോക്രസിയാണ് വെച്ചാൽ നമ്മള് ജനാധിപത്യമായിട്ട് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ജനാധിപത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് മുഖത്തോട് നോക്കി കാര്യങ്ങൾ അത് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ആ വിഷയം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞത് ശരി. അപ്പൊ നമുക്ക് ജനാധിപത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് മുഖത്തോട് നോക്കി കാര്യങ്ങൾ അത് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ആ വിഷയം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്ന് പറഞ്ഞ രണ്ടിന് കമ്മിയാളെ പോലെ വാളെടുക്കാനും അല്ലെങ്കിൽ 2 പറഞ്ഞ ജയ്ശ്രീം പിടിക്കാനും അല്ലെങ്കിൽ 3 പറഞ്ഞ് അള്ളാഹു അക്ബർ പറഞ്ഞ് പൊട്ടിക്കാനും അല്ല നോക്കേണ്ടത്. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ഈ പ്രൊട്ടസ്റ്റിന് പങ്കെടുക്കുന്നവരുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാല്, ഇവന്മാർക്ക് നീറ്റിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവന്മാരും ഇതിനെ കുറിച്ചൊരു ബോധവൽക്കരണം ഇല്ലാത്തവരും അത് വെച്ചാ അതോടൊപ്പം ഈ രാഷ്ട്രീയ മുതലെടുപ്പും. അതെ അതെ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CJP-ക്കാര് വിചാരിക്കാത്തത് CJP-ക്കാരുടെ തലയിൽ വെച്ച് കെട്ടാണ്. അതെ. ഈ വ്യാപം നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക, നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിത്യാരൊക്കെ പറഞ്ഞ വെച്ചാൽ അതൊരു ഓൾഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അത് ഒരിക്കലും ഈ കാലത്ത് ശരിക്കും പറഞ്ഞ എന്താ പറയാ, അതൊരു ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരം ശരിക്കും പറഞ്ഞ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിരാഹാരം. നിരാഹാരം സോറി, അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതെ, നിരാഹാരത്തോടെ എതിർപ്പാ. നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു പോല. ഈ ഗാന്ധിയമ്മയൊക്കെ ശരിക്കും പറഞ്ഞ ഇതൊന്നും ഈ കാലത്ത് ശരിക്കും പറഞ്ഞ ഇത് വെറും ഈ എമ്പതി പിടിച്ചു പറ്റാനുള്ള ഒരു മാത്രമാണ്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഒരു ഇമോഷണൽ ഇമോഷണൽ അപ്പൊ ആ വിഷയം കൂടുതൽ ഡൗൺ ആണ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഫോക്കസ് പോകുന്നത് കൂടുതലായിട്ടും. മഹത്തായ ചിന്താഗതി. ഈ കസേരയിലോട്ട് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. ആ വ്യക്തി ഇതിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമ്മളുടെ ഗാന്ധിജിയൊക്കെ നിരാഹാരം കടന്നതിനോട് യോജിപ്പില്ല, ഒരിക്കലും ഇല്ല. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. അതിന് പകരം കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആവശ്യം ശരിക്കും പറഞ്ഞ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഇയാള് പറഞ്ഞതിനോടാണ് കേട്ടോ എനിക്കും യോജിപ്പ്. ഈ നിരാഹാരത്തോടെ എനിക്കും യോജിപ്പൊന്നുമില്ല, ഉള്ള കാര്യം പറയാലോ. അതിപ്പോ ഗാന്ധി കിടന്നാലും ശരി, ഈ നിരാഹാരം കഴിക്കുക സെൽഫ് ഇതേപോലെ പണിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഞാനിപ്പോ ചാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ.
കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒരു ഫിയർ ആൻഡ് ആങ്സൈറ്റി കൊടുക്കുന്നത്, ഒരു പ്രഷറാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതെ. ഓ. അത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ അതിന് ഇതിപ്പോ നീ ഒന്ന് എഴുന്നേറ്റേ, ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്റെ ഒരു സമ്മാനമാ. അപ്പോഴും ഇതേ സ്ട്രാറ്റജി ഫിയർ ആൻഡ് ആങ്സൈറ്റി അത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഈ ഇങ്ങനെ BJP കൊടുത്തു, അതിന് ഏതെങ്കിലും പ്രതിപക്ഷം ആയിക്കോട്ടെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് എനിക്ക് യോജിപ്പില്ല. ചെക്കനാള് പൊളിയാണ്ടാ. പിള്ളേരൊക്കെ പറയത്തില്ല ഈ മോന്റെ ഈ ഒരു 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 കാഴ്ചപ്പാടേ, ഈ ഒരു ബോധേ നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. ഈ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഇതാണ് നമുക്ക് വേണ്ടത്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഒരു കോട്ട് വായിച്ചാണ്, ഈ രാഷ്ട്രീയത്തിൽ നമ്മള് എന്താണ് പങ്കെടുക്കാൻ വിസമ്മതിക്കുന്ന അവസ്ഥ എന്താ വെച്ചാല് നമ്മളെക്കാട് താഴ്ന്നൊരു ഭരിക്കപ്പെടും. എങ്ങനെ 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 അളിനതൊന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ പ്ലാറ്റോടെ ഒരു കോട്ടാണ്, ഞാൻ എവിടുന്നോ വായിച്ചതാണ്. ഇപ്പൊ രാഷ്ട്രീയത്തില് നമ്മളിപ്പോ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് അതിനെ കുറിച്ച് അത് അതിന്റെ വഴിക്ക് പോട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനിയിപ്പോ നമുക്കെന്താ നമ്മുടെ കാര്യം നോക്കിയാൽ മാത്രം പോരെ. ഇതിപ്പോ നമ്മുടെ സെൽഫ് അത് അങ്ങനെ പോണ ഒരു അവസ്ഥ എന്താ വെച്ചാല് ഒരു രാജ്യത്ത് നമ്മളെക്കാട്ട് ചിലപ്പോ താഴ്ന്നവര് മേ ബി ഭരിക്കപ്പെടും. നമ്മുടെ രാജ്യം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നേഷൻ ഫസ്റ്റ്. അതെ, നേഷൻ ഫസ്റ്റ്. നേഷൻ ഫസ്റ്റ്. കാരണം ഓരോ രാജ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് അവരുടെ ഇവിടുത്തെ ആളുകളാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ വരട്ടെ, എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ ഇപ്പൊ മേ ബി അവനൊരു ഇപ്പൊ നേരത്തെ ഒരു കൃഷി എന്തോ പാട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, മേ ബി അവന് കൃഷിക്കാരനാവാം, മേ ബി ഒരു നീറ്റ് എക്സാം എഴുതിയവനാവാം, മേ ബി അവനെ എന്തെങ്കിലുമൊക്കെ ആവാം. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അവനക്ക് ചിന്തിച്ചുകൂടായോ അല്ലെങ്കിൽ അവനൊന്നും അവന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ ഫ്രീഡം ഈ രാജ്യത്തുണ്ട്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ. അല്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, നിനക്ക് ഇതിന്റെ അർത്ഥം അറിയോ, അല്ലെങ്കിൽ നിനക്ക് നീ മറ്റേത് എല്ലാം പെർഫെക്റ്റ് ആണെന്നില്ല, എല്ലാ കാര്യത്തിലും എല്ലാവരും പെർഫെക്റ്റ് ആണെന്നില്ല. അത് ന്യായം. പക്ഷെ ഇന്നെ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇന്നെ അവന് അവസരം കൊടുക്കണം. പക്ഷെ എന്താണ് ഏറ്റവും താഴെ ഒരു മണ്ടത്തരം വിളിച്ചു പറയുന്നവന് വീണ്ടും മണ്ടത്തരം പറയാനുള്ള അവസരം മാത്രം കൊടുക്കാൻ പാടില്ല. രാഹുൽ ഈശ്വറിനെ പോലെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ എനിവേ ഒരു കയ്യടിയും തരാം. പ്രസംഗം കലക്കി, എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.